ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങി. അച്ഛന്റെ സ്വഭാവം അച്ഛൻ 70 കഴിഞ്ഞു, പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേ. ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. നന്നായിട്ടുണ്ട്. രണ്ട് സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചുയർത്തടാ. മതി ഇന്നത്തെ പരിശീലനം. നീയൊക്കെ പഠിച്ചോവറാ പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചെറ്റേ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. എന്തായിരുന്നു അല്ലേ? നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം നിറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണോ ഞങ്ങളുടെ മനോഹരമായി. കുറച്ചോവറായോന്നൊരു കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരി മണ്ണ്. റോസും കണ്ണപ്പയൊക്കെ പോലെ അത്രയ്ക്ക് മോശമാണ്. അതിനേക്കാളും മോശം. ഒക്കെ ഭയങ്കര ബെറ്റർ പടമായിരുന്നു എന്നാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ? ബാഹുബലി ലാലേട്ടന്റെ. നീ എന്താ ഈ പറയുന്നത്? എത്ര നല്ല വർഷമാണെങ്കിലും കണ്ണ് കിട്ടായിരിക്കും ഒരു സംഭവം വേണോ? അതിനുവേണ്ടി ഈ പടം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവും. എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറയും. അങ്ങനെ പറയാം. ആറാട്ട് സിനിമയില്ലേ, ആറാടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആറാട്ട് സിനിമ ഒരു ദൈവഭക്തി കൂടെ മിക്സ് ചെയ്തെടുത്തുള്ള ഒരു സിനിമയാണ്. ഇതല്ല വലിയ സിനിമയൊന്നും അല്ല. ഇത് ട്രോൾ മഴ കിട്ടും, ലാലേട്ടനെ തൂത്തുവാരും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടിട്ട് ചക്രം പോലെ മനസ്സു സുന്ദര വേള സുരംഗിനി കമാൽ